നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂയം നക്ഷത്രക്കാരുടെ 2026 വർഷ ജനുവരി ഫലങ്ങളാണ്. ജനുവരി ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പൂയം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ജനുവരിയിൽ ചെയ്താൽ ഈ വർഷം മുഴുവൻ ഇവർക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാം എന്നുകൂടിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു അറിയിപ്പുണ്ട്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കിടക്കാം. ഈ ജനുവരി മാസം എന്ന് പറയുന്ന പൂയം നക്ഷത്രക്കാര് ഒരുപാട് പ്രതീക്ഷയോടെ കാണുന്ന ഒരു മാസമാണ്. ഒരുപാട് പ്രതീക്ഷകളൊക്കെ നൽകുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയം നിങ്ങൾ പല കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെങ്കിൽ അതിൽ ഒന്നിൽ പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറച്ചു നിൽക്കാൻ ഒന്നും സാധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഒരു കാര്യത്തിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക. ഏതെങ്കിലും ഒരു കാര്യം മാത്രം തിരഞ്ഞെടുത്ത് അതിൽ പിടിച്ചു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ വിജയിക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് സമാധാനപൂർണവും സന്തോഷകരവുമായിട്ട് പോകുവാനായിട്ട് നിങ്ങൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ട് നിങ്ങൾക്ക് വളരെ മാറ്റങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. പല സാധ്യതകൾ നിങ്ങളിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. ആ സാധ്യതകളെല്ലാം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കാനുള്ള ഒരു ത്വര നിങ്ങളുടെ മനസ്സിലേക്ക് വരും. എന്നാൽ നിങ്ങൾ വളരെ കാര്യമായിട്ട് ചിന്തിച്ച് അതിൽ ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കുക. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലിക്കും യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ജനുവരി മാസം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊഴിലില് സ്ഥിരത ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ വിചാരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം അവസരങ്ങൾ വരികയും മാറി മാറി നിങ്ങളത് പോകാതിരിക്കുകയും ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വിദ്യാർത്ഥികൾക്ക് ഈ മാസം ഒരു സമ്മിശ്ര മാസമാണ്. പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ മാറ്റിവെക്കുന്നതാണ് നിങ്ങളൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. പുതുവർഷത്തില് ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടി നിങ്ങൾ വയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ഭവനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സമയമാണ്. സന്തോഷ വാർത്തകളൊക്കെ കേൾക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവുന്ന ഒരു സമയമാണ്. പ്രതീക്ഷയോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ നിങ്ങൾ അതിന് ആത്മസംയമനം പാലിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ധൃതി അല്പം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് വിനയാകുന്നതാണ്. എല്ലാ കാര്യവും സമാധാനത്തോടെ ചെയ്യുക. ഇക്കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പൂയം നക്ഷത്രക്കാർക്ക് വിജയിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ്. താൻ പാതി ദൈവം പാതി എന്നുള്ള തത്വം നിങ്ങൾ മനസ്സിലാക്കുക. ദൈവം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ കൊണ്ടുവന്നു തരുമ്പോൾ അതിനെ വിനയപൂർവ്വം സ്വീകരിക്കുകയും യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പാതി പൂർത്തിയാവുന്നത്. പ്രതീക്ഷയിൽ കവിഞ്ഞ ധനമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ജനുവരി മാസം. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അന്നദാനം നടത്താൻ കഴിയുമെങ്കിൽ നടത്തുക. നിങ്ങളുടെ പാപദോഷങ്ങളെല്ലാം മാറിക്കിട്ടുവാൻ ഇത് സഹായകരമാകുന്നതാണ്. ജനുവരി 1, 3, 7, 12, 17 തീയതികൾ വളരെ ശുഭകരമാണ്. ഇനിയും ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് മൂർത്തിയാണോ അല്ലെങ്കിൽ ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ഭയഭക്തിയോടെ മുന്നോട്ട് പോകുക. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.